بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد. قال الإمام النجدي رحمه الله في كتاب التوحيد: باب ما جاء أن بعض هذه الأمة يعبد الأوثان. باب ما جاء أن بعض هذه الأمة يعبد الأوثان. ഈ ഉമ്മത്തിലെ ചില ആളുകൾ വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യും എന്നതുമായി ബന്ധപ്പെട്ട അധ്യായം. ബാബു മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മത്തി യഅ്ബുദുൽ ഔസാൻ. ഈ ഉമ്മത്തിലെ ചില ആളുകൾ വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യും. ഈ ഒരു ബാബ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവരാനുള്ള കാരണം, ഇതിന്റെ സബബ് ഇതാണ്. ചില ആളുകൾ പറയുന്നു, ചില ആളുകൾ വാദിക്കുന്നു, ഇന്ന ശിർക ലാ യുംകിൻ അൻ യഖ ഹാദിഹിൽ ഉമ്മ അൻ യഖ ഫി ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് ചില ആളുകൾ വാദിക്കുന്നു. وأنكروا أن تكون عبادة القبور والأولياء من الشرك. ഔലിയാക്കളെയും അതുപോലെ തന്നെ ഖബറുകളെയും ഇബാദത്ത് ചെയ്യുന്നത് ഷിർക്കിൽപ്പെട്ടതാണ് എന്നതിനെ അവർ എതിർക്കുന്നു. അതിന് പറഞ്ഞ ന്യായം എന്താണ്? ഈ ഉമ്മത്തിൽ ഷിർക്ക് സംഭവിക്കുകയില്ല എന്നാണ് അവർ വാദം. لأن هذه الأمة معصومة منه. ഷിർക്കിൽ നിന്ന് മഅസൂമികളായിട്ടുള്ള ഉമ്മത്താണ് ഈ ഉമ്മത്ത് എന്നവർ വാദിക്കുന്നു. അവർ തെളിവാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. لقوله صلى الله عليه وسلم إن الشيطان أيس أن يعبده المصلون في جزيرة العرب ولكن في التحريش بينهم. ഷൈത്താൻ നിരാശനായിരിക്കുന്നു. أن يعبده المصلون في جزيرة العرب. ജസീറത്തുൽ അറബ്, അറേബ്യൻ ഭൂഖണ്ഡത്തിലുള്ള നമസ്കരിക്കുന്നവർ അവന് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ ശൈത്താൻ നിരാശനാണ്. വലാകിൻ ഫി തഹ്രീഷി ബൈനഹും. എന്നാൽ അവർക്കിടയിൽ പരസ്പരം കലഹമുണ്ടാക്കുന്ന കാര്യത്തിൽ അവൻ നിരാശനല്ല. ഈ ഹദീസാണ് ഇത്തരത്തിലുള്ള ആളുകൾ തെളിവാക്കുന്നത്. ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്നതിന് തെളിവായിക്കൊണ്ട് പറയുന്ന ഹദീസ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ജവാബ്? അതിന്റെ ജംഅ എങ്ങനെയാണ്? قال أن إخبار النبي صلى الله عليه وسلم بيأسه لا يدل على عدم الوقوع. ഷൈത്താൻ ഈ കാര്യത്തെ തൊട്ട് നിരാശനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു. ഷൈത്താൻ അവനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ, മുസല്ലിങ്ങളെ നമസ്കരിക്കുന്നവർ അവനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ ഷൈത്താൻ നിരാശനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു. അതെന്തിനെ സൂചിപ്പിക്കുന്നില്ല? ആ ഒരു കാര്യം സംഭവിക്കുകയില്ല എന്നതിനെ സൂചിപ്പിക്കുന്നതല്ല അത്. ബൽ യജൂസു അൻ യഖ, സംഭവിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊരു ജമാഅത്ത് അതിന് പറയുന്നത്, മുൻകാലത്ത് എങ്ങനെയായിരുന്നു ഒരു ഉമ്മത്ത് മുഴുവനും വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്തത്, ആ ഒരു അവസ്ഥയിലേക്ക് മൊത്തമായി കൊണ്ട് ഉമ്മത്ത് പോവുകയില്ല. നേരെ മറിച്ച് ഈ ഉമ്മത്തിൽ നിന്നും ചില ത്വായിഫ, ഒരു വിഭാഗം വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുക തന്നെ ചെയ്യും. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. അതായത് മൊത്തത്തിൽ ഉമ്മത്ത് മുഴുവനായിക്കൊണ്ടും വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കാര്യത്തിലാണ് ശൈത്താൻ നിരാശനായിട്ടുള്ള. നേരെ മറിച്ച് ഈ ഉമ്മത്തിൽ ഒരു ത്വായിഫ, ഒരു വിഭാഗം തീർച്ചയായും വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യും.
അപ്പൊ ഈ ഉമ്മത്തിൽ നിന്ന് വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന് അവർ വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടുള്ളതാണ്. قال رحمه الله وقول الله تعالى ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ألم تر إلى الذين أوتوا نصيبا കിതാബിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ കണ്ടില്ലേ? യുഅ്മിനൂന ബിൽ ജിബ്തി വത്വാഗൂത്ത്, അവരെന്താണ് ചെയ്യുന്നത്? അങ്ങനെ കിതാബിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവർ, അവര് ജിബ്തിനെയും താഗൂത്തിലും അവർ വിശ്വസിക്കുന്നു. യുഅ്മിനൂന ബിൽ ജിബ്തി വത്വാഗൂത്ത്, ജിബ്തിലും താഗൂത്തിലും അവർ വിശ്വസിക്കുന്നു. താഗൂത്തുമായി ബന്ധപ്പെട്ട അതിന്റെ തഫ്സീർ തുടർന്നു വരും. ആരാണ് വിഭാഗം? കിതാബ് നൽകപ്പെട്ട അല്ലെങ്കിൽ കിതാബിൽ നിന്നൊരു വിഹിതം നൽകപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് യഹൂദ് വന്നസ്വാറ. അവര് ജിബ്തിലും താഗൂത്തിലും അവർ വിശ്വസിക്കുന്നു. ജിബ്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൽ ജിബ്തു അസ്സിഹർ, ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹറാണ്. വത്താഗൂത്ത് അശ്ശൈത്താൻ, താഗൂത്ത് എന്ന് പറഞ്ഞാൽ ശൈത്താനാണ്. ഇതാണ് ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം. അൽ ജിബ്ത് അസ്സിഹർ വത്താഗൂത്ത് അശ്ശൈത്താൻ. وكذلك قال ابن عباس وابو العالية ومجاهد والحسن وغيرهم وعن ابن عباس وإكرمة وابي مالك الجبت الشيطان. ജിബ്ത് എന്ന് പറഞ്ഞാൽ ഷൈത്താൻ ആണെന്ന് പറഞ്ഞവരുണ്ട്. അൽ ജിബ്തു അശ്ശൈത്താൻ. അതേപോലെ അൽ ജിബ്തു അശ്ശിർക്ക്, ആ ഒരു അർത്ഥം പറഞ്ഞവരുമുണ്ട്. അൽ ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹർ, ഷൈത്താൻ, ഷിർക്ക്. വാൻഹു അൽ ജിബ്തു അൽ അസ്നാം, അസ്നാം എന്ന് പറഞ്ഞവരുമുണ്ട്, ബിംബങ്ങൾ എന്നർത്ഥം പറഞ്ഞവരുമുണ്ട്. അതേപോലെ തന്നെ അൽ ജിബ്ത് ഹുയൈ ഇബ്നുൽ അഖ്തബ്, ജിബ്ത് എന്ന് പറഞ്ഞാൽ ഹുയൈ ഇബ്നു അഖ്തബ് ആണ് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. വാൻ ശഅബി അൽ ജിബ്തു അൽ കാഹിൻ, ജിബ്ത് എന്ന് പറഞ്ഞാൽ കാഹിനാണ്, ജോൽസി എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. വാൻ മുജാഹിദ് അൽ ജിബ്തു കഅബ് ഇബ്നുൽ അഷ്റഫ്, യഹൂദിയായ കഅബ് ഇബ്നുൽ അഷ്റഫ് ആണ് ജിബ്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞവരുമുണ്ട്. ഖുൽതു അദ്ദാഹിർ അന്നഹു യഉമു ദാലിക കുല്ലു, ഈ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ജിബ്ത് എന്ന പദം. كما قال الجوهري الجبت كلمة تقع على الصنم والكاهن والسحر ونحو ذلك. ഇതിനെല്ലാം ജിബ്ത് എന്ന് പറയാം. വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബിംബങ്ങൾ, സിഹർ, ഷൈത്വാൻ, വൽ ശിർക്ക്, കാഹിൻ, ഇതെല്ലാം ജിബ്തിന് അർത്ഥമായിക്കൊണ്ട് പറയാം. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت. الله سبحانه وتعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, കിതാബിൽ നിന്ന് ഒരു നസീബ്, ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ കണ്ടില്ലേ? യുഅ്മിനൂന ബിൽ ജിബ്തി വത്വാഗൂത്ത്, അവരെന്ത് ചെയ്യുന്നു? ജിബ്തിലും ത്വാഗൂത്തിലും അവർ വിശ്വസിക്കുന്നു. ജിബ്തിലും ത്വാഗൂത്തിലും അവർ വിശ്വസിക്കുന്നു. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായിട്ടുള്ള പശ്ചാത്തലം എന്താണ്? അതിന്റെ സബബ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്നിട്ടുള്ള ഹദീസാണ്. قال لما قدم كعب بن الأشرف مكة, കഅബ് ബിൻ അഷ്റഫ് എന്ന് പറയുന്ന യഹൂദി
അയാൾ മക്കയിൽ വന്ന സമയത്ത് ഖാലത്ത് ഖുറൈശുൻ, ഖുറൈശികൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ അവര് കഅബ് ഇബ്നു അഷ്റഫിനോട് പറഞ്ഞു, അലാ തറ ഹാദ സുംബൂർ അൽ മുൻബത്ത് മിൻ ഖൗമി യസ്അമു അന്നഹു ഖൈറുൻ മിന്ന വനഹ്നു അഹ്ലുൽ ഹജീജ് വഅഹ്ലുസ് സിദാന വഅഹ്ലുസ് സിഖായ ഖാല അൻതും ഖൈറുൻ ഖാല ഫനസലത് ഫീഹിം ഹാദിഹിൽ ആയ ഇന്ന ശാനിയക ഹുവൽ അബ്തർ ونزل ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت إلى قوله نصيرا. കഅബ് ഇബ്നു അഷ്റഫ് എന്ന് പറയുന്ന യഹൂദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കവിതകളിലൂടെ പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന യഹൂദിയായിട്ടുള്ള വ്യക്തിയാണ്. അയാൾ മക്കയിലെത്തിയ സമയത്ത് ഖുറൈശികൾ, മുശ്രിക്കീങ്ങളായ ഖുറൈശികൾ അയാളോട് പറഞ്ഞു, ഈ മുഹമ്മദിനെ നിങ്ങൾ കണ്ടില്ലേ, നീ കണ്ടില്ലേ? അതായത് മദീനയിൽ നിന്ന് വന്നിട്ടുള്ള കഅബ് ഇബ്നു അഷ്റഫിനോട്. വകാന കഅബ് ഇബ്നു അഷ്റഫ് ഷാഇറൻ മിൻ യഹൂദിൽ അറബ്, അറബികളായിട്ടുള്ള യഹൂദികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കവിയാണ് കഅബ് ഇബ്നു അഷ്റഫ്. വകാന യഹ്ജു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വയുഹർരിദു അലൈഹി കുഫാർ ഖുറൈശ്, കാഫിരീങ്ങളായ ഖുറൈശികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ പിരികേറ്റുന്ന വ്യക്തിയായിരുന്നു കഅബ് ഇബ്നു അഷ്റഫ്. അങ്ങനെ മക്കയിൽ വന്ന സമയത്ത് മക്കക്കാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വരികയും കഅബ് ഇബ്നു അഷ്റഫിന്റെ അടുക്കൽ വരികയും എന്നിട്ട് പറയുകയും ചെയ്തു, ഞങ്ങൾ അഹ്ലുസ് സിഖായ വസ്സിദാന, അതായത് ഹാജിമാർക്ക് സേവനം ചെയ്യുന്ന, കഅബയെ പരിപാലിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളാണ്. വഅൻത സയ്യിദു അഹ്ലി യസ്രിബ്, അഹ്ലു യസ്രിബിന്റെ നേതാവാണ് നീ. അതായത് മദീനക്കാരുടെ, യസ്രിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദീനയാണ്. മദീനയുടെ മുമ്പുള്ള പേരായിരുന്നു യസ്രിബ്. മദീനയിലെ ആളുകളുടെ നേതാവാണ് നീ കഅബ് ഇബ്നു അഷ്റഫ്. ഫനഹ്നു ഖൈറുൻ അം ഹാദ, അപ്പൊ ഈ മുഹമ്മദിനേക്കാൾ, അതായത് ജനങ്ങളെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ദഈഫായ, കൂടെ ആരുമില്ലാത്ത ഈ മുഹമ്മദിനേക്കാളും ഹൈറായിട്ടുള്ളത് ഞങ്ങളല്ലേ? ഞങ്ങള് ഹാജിമാർക്ക് സേവനം ചെയ്യുന്നവരാണ്, കഅബയുടെ കാര്യങ്ങൾ പരിപാലിക്കുന്നവരാണ്, അതിന് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളാണ്. അപ്പൊ അവനേക്കാളും ഹൈറായിട്ടുള്ളത് ഞങ്ങളല്ലേ എന്ന് കഅബ് ഇബ്നു അഷ്റഫിനോട് മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ചോദിച്ചു. ഹൽ ദീനുന വമാ നഹ്നു അലൈഹി ഖൈറുൻ അം ദീനുഹു വമാ ഹുവ അലൈഹി, ഞങ്ങൾ നിലകൊള്ളുന്ന ദീനാണോ അതല്ല മുഹമ്മദ് നിലനിൽക്കുന്ന ദീനാണോ ഹൈറായിട്ടുള്ളത്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഈ ഹദീസിൽ അവർ പറഞ്ഞത് അസ്സുംബൂർ അൽ മുൻബത്തിർ മിൻ ഖൗമി. മുൻബത്തിർ അതായത് വാലറ്റം പോയ, അതായത് അദ്ദേഹത്തിന്റെ മക്കൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ മരണപ്പെട്ടു, ആൺസന്താനങ്ങൾ. അപ്പൊ അതിന്റെ പേരിൽ ആക്ഷേപിച്ചതാണ്. അപ്പൊ ആൺസന്താനങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പിതാവിനെ കുറിച്ച് ദിക്ർ ചെയ്യപ്പെടുകയില്ല, പരാമർശിക്കപ്പെടുകയില്ല, ഓർമ്മിക്കപ്പെടുകയില്ല എന്നാണ് അവർ വിശ്വസിച്ചത്. ഐ അദ്ദഈഫുൽ ഫർദു അല്ലദീ ലാ ഗിനാ ഇൻദഹു വലാ ഇംതിനാ അൽ മുൻബത്തിറു അൽ മുൻഖതിഉ വൽ മുൻഫരിദ് മിൻ ഖൗമിഹി യസ്ഉമു അന്നഹു ഖൈറുൻ മിന്ന. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി ഞങ്ങളെക്കാളും ഖൈറുള്ളവനാണെന്ന് വാദിക്കുന്നു. അപ്പൊ കഅബ് ഇബ്നു അഷ്റഫ് അവരോട് പറഞ്ഞു, അൻതും ഖൈറുൻ മിൻഹു, നിങ്ങൾ മുഹമ്മദിനേക്കാളും ഖൈറിലാണ്. ഫനസലത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറക്കി, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തീർച്ചയായും അവര് തന്നെയാണ് ഭാവിയില്ലാത്ത ആളുകൾ, വാലറ്റം പോയ ആളുകൾ, നിന്നെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന ആ ആളുകൾ, അവർ തന്നെയാണ് ഭാവിയില്ലാത്തവർ. ഇന്ന ശാനിയക ഹുവൽ അബ്തർ ഇന്ന കാരിഹക വഅദുവക, നിന്റെ വെറുക്കുന്ന, നിന്റെ ശത്രുക്കളായിട്ടുള്ളവർ. വഹുവൽ മഖ്തൂ വൽ മുബ്അദ് അൻ റഹ്മത്തില്ലാഹ് വഫദ്ലില്ലാഹ്, തീർച്ചയായും അവരാണ്
അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടും അള്ളാഹുവിന്റെ ഫദ്ലിനെ തൊട്ടും അകറ്റപ്പെട്ടവരും മുറിയപ്പെട്ടവരും. വഹുവൽ മുൻഫരിദുൽ വഹീദു ഇൻദല്ലാഹ് വലബ്തറുഹു വമൻ മാത ഔലാദുഹു അദ്ദുകൂർ. അബ്തർ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ മരണപ്പെട്ട പിതാവ്. ആൺകുട്ടികളെല്ലാം മരണപ്പെട്ട ഒരു പിതാവിനാണ് അബ്തർ എന്ന് പറയാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആൺമക്കൾ മരണപ്പെട്ടു. അപ്പൊ അതിന്റെ പേരിൽ അവർ പരിഹസിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ഭാവിയില്ല, അല്ലെങ്കിൽ ബാലറ്റു, അദ്ദേഹത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് ദിക്ർ ചെയ്യപ്പെടുകയില്ല എന്നവർ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഇന്ന ശാനിയക ഹുവൽ അബ്തർ. തീർച്ചയായും നിന്നെ വെറുക്കുന്ന നിന്റെ ശത്രുക്കൾ തന്നെയാണ് വാലറ്റവർ, ഭാവിയില്ലാത്തവർ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടവർ. وأنزلت عليه ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت. അങ്ങനെ ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കൂടി ഇറക്കി ഈ ജൂത നസാറാക്കളുടെ മേൽ. കിതാബിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവർ, അവരെ നീ കണ്ടില്ലേ? യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, അവർ ജിബ്തിലും താഗൂത്തിലും വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ ജിബ്തും താഗൂത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഈ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളും. സ്വനം, ബിംബം, കാഹിൻ, സാഹിർ, ഷൈത്താൻ, വകുല്ലു മാ ഉബിദ മിൻ ദൂനില്ല. അല്ലാഹു തആലക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാം ജിബ്തും താഗൂത്തും. അല്ലാഹു തആലക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതെല്ലാം ജിബ്തും താഗൂത്തും. വയഖൂലൂന ലില്ലദീന കഫറൂ ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീലാ. വയഖൂലൂന ലില്ലദീന കഫറൂ, എന്നിട്ട് അവർ കാഫിരീങ്ങളോട് പറയും, ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീലാ, ആ കാഫിരീങ്ങളായിട്ടുള്ള ആളുകളാണ് വിശ്വസിച്ചിട്ടുള്ള ആളുകളെക്കാളും അവരാണ് ഹിദായത്തിലായിട്ടുള്ളത്, അവരാണ് മുഹ്തദീങ്ങൾ എന്നവർ പറയും. അതായത് ഇന്നൽ കുഫാറ വൽ മുശ്രിക്കീൻ അസ്വബു റഅയൻ, മുശ്രിക്കീങ്ങളുടെയും കാഫിരീങ്ങളുടെയും പാത, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അതാണ് ഏറ്റവും സ്വവാബായത്, ഏറ്റവും ശരിയായത്. വഅലൽ ഹിദായത്തി വൽ ഹഖ്, ഹിദായത്തിനും അതുപോലെ ഹക്കിന്റെ കാര്യത്തിലും ഏറ്റവും സ്വവാബ്, ഏറ്റവും ശരിയായത് കാഫിരീങ്ങളുടെയും മുശ്രിക്കീങ്ങളുടെയും അഭിപ്രായങ്ങളാണ്. വത്വരീഖതുഹും അക്തറു ഹദിയൻ മിൻ ത്വരീഖിൽ ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവരുടെ ത്വരീഖിനേക്കാളും സന്മാർഗമുള്ള ത്വരീഖ് അത് കാഫിരീങ്ങളുടെയും മുശ്രിക്കുകളുടെയും ത്വരീഖാണെന്ന് അവർ പറയും. ആര്? ഈ പറയുന്ന യഹൂദികൾ. അല്ലാഹു തആലയുടെ കിതാബിൽ നിന്ന് വിഹിതം നൽകപ്പെട്ടവർ കാഫിരീങ്ങളോട് പറയും, മുശ്രിക്കുകളോട് പറയും. ഈ രണ്ട് ആയത്തുകളും ഈ ഒരു സന്ദർഭത്തിലാണ് ഇറക്കപ്പെട്ടത്. وكان ذلك مناسبة نزول هاتين الآيتين وقيل إن سورة الكوثر نزلت في أبي لهب أو في أبي جهل وذلك حين مات ابن لرسول الله صلى الله عليه وسلم فذهب إلى المشركين. ഈ ഒരു സബബാണ്, ഈ കാബിൽ അഷ്റഫുമായി ബന്ധപ്പെട്ട ഈ ഒരു കാരണം കൊണ്ടാണ് ഈ രണ്ട് ആയത്തുകൾ ഇറക്കപ്പെട്ടതെന്ന് പറയുന്നു. പിന്നൊരു അഭിപ്രായം അബൂ ലഹബിന്റെ അല്ലെങ്കിൽ അബൂ ജഹലിന്റെ കാര്യത്തിലാണ് ഈ ആയത്ത് ഇറക്കപ്പെട്ടതെന്നും പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ മരണപ്പെട്ട സമയത്ത് അബൂ ജഹൽ മുശ്രിക്കീങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയും എന്നിട്ട് പ്രകാരം പറയുകയും ചെയ്തു, ബുത്തിറ മുഹമ്മദുൻ അല്ലൈല, മുഹമ്മദ് ഈ രാത്രിയിൽ ബുത്തിറ, അവിടെ ആൺമക്കൾ മരണപ്പെട്ടവനായിരിക്കുന്നു എന്ന് മുശ്രിക്കീങ്ങളുടെ അടുത്ത് അബൂ ജഹൽ പറഞ്ഞു. ഫഅൻസല അല്ലാഹു ഫീ ദാലിക്, ആ കാര്യത്തിൽ ആ വ്യക്തി അബൂ ജഹലിനെതിരായിക്കൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നബിയെ തീർച്ചയായും നിന്റെ ശത്രുവായിട്ടുള്ളവൻ അവൻ തന്നെയാണ് വാലറ്റവൻ, ഭാവിയില്ലാത്തവൻ. وقال بعض العلماء, ചില ഉലമാക്കൾ പറഞ്ഞു, هذا يعم جميع من اتصف بأنه شانئ وكاره ومعاذ للنبي صلى الله عليه وسلم بذلك ممن ذكر وغيره. ഈ ഒരു ആയത്ത് ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന് പറയുന്ന ആയത്ത് മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കുന്ന, അദ്ദേഹത്തിനോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന, അദ്ദേഹത്തിനോട് ശത്രുത കാണിക്കുന്ന എല്ലാ ആളുകളുടെ മേലും ഈ ആയത്ത്
ഇത്തിസാഫ് ചെയ്യപ്പെടും, ഈ ആയത്ത് വിശേഷിപ്പിക്കപ്പെടും. അവന്റെ മേലെ ഈ വിശേഷണം യോജിക്കുന്നതാണ് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞു. അത് ഈ കാലത്ത് ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കുന്നത്, അദ്ദേഹത്തിന് ശത്രുവാകുന്നത്, അവരുടെ മേലെ ഈ ആയത്ത്, അദ്ദേഹത്തെ പരിഹസിക്കുന്നത്, അവന്റെ മേലെല്ലാം ഈ ആയത്ത് ബാധകമാണ്. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, നിന്റെ ശത്രുവായിട്ടുള്ളവൻ, നിന്നെ എതിർക്കുന്നവൻ, നിന്നെ പരിഹസിക്കുന്നവൻ തീർച്ചയായും അവൻ തന്നെയാണ് അബ്തർ, വാലറ്റവൻ. അപ്പൊ കിതാബ് നൽകപ്പെട്ടവർ അൽ യഹൂദ് വൻ നസ്വാറ, യഹൂദികളും നസ്വാറാക്കളുമാണ്. കിതാബിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവർ. വമാനൽ കിതാബ്, ഇവിടെ കിതാബ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അത്തൗറ വൽ ഇൻജീൽ, തൗറാത്തും ഇൻജീലുമാണ്. قال وقوله تعالى قل هل أنبئكم بشر من ذلك مثوبة عند الله من لعنه الله وغضب الله عليه وجعل منهم القردة والخنازير وعبد الطاغوت. قل هل أنبئكم بشر من ذلك, നബിയെ നീ പറയുക, ഹൽ ഉനബ്ബിഉക്കും മിൻ ശർരി മിൻ ദാലിക മസൂബത്തൻ ഇൻദല്ലാഹ്, എന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ അതിനേക്കാളും മോശമായ പ്രതിഫലമുള്ളവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ പ്രതിഫലമുള്ള ആളുകൾ ഒരാളാണ് മൻ ലഅനല്ലാഹ് വഗദിബ അലൈഹി, ഏതൊരു വിഭാഗത്തെ അല്ലാഹു തആല ശപിച്ചുവോ, വഗദിബ അലൈഹി, ഏതൊരു വിഭാഗത്തോട് അല്ലാഹു തആല കോപിച്ചുവോ, വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീർ, ആ ആളുകളിൽ നിന്ന് അല്ലാഹു തആല ആരെ കുരങ്ങന്മാരും പന്നികളുമാക്കിയോ, വഅബദ ത്വാഗൂത്ത്, താഗൂത്തിനെ ഇബാദത്ത് ചെയ്തുവോ, അവരാണ് ഏറ്റവും ഷർറായ പ്രതിഫലമുള്ള ആളുകൾ, ഏറ്റവും മോശമായ പ്രതിഫലമുള്ളവർ. മൻ ലഅനഹുല്ലാഹ്, ആരെ അല്ലാഹു തആല ശപിച്ചുവോ, വഗദിബ അലൈഹി, ആരുടെ മേൽ അല്ലാഹു തആല കോപിച്ചുവോ, വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീർ, ഏതൊരു വിഭാഗത്തിൽ നിന്ന് അല്ലാഹു തആല കുരങ്ങന്മാരെ അതുപോലെ തന്നെ പന്നികളെയും ആക്കിയോ, വഅബദ ത്വാഗൂത്ത്, താഗൂത്തുകളെ ഇബാദത്ത് ചെയ്തുവോ, അവരാണ് ജനങ്ങളെ വെച്ച് ഏറ്റവും മോശമായ പ്രതിഫലമുള്ളവർ. വഹാദാ ഖിതാബുൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. അതായത് തീർച്ചയായും ഈ ഉമ്മത്തിലെ ചില ആളുകൾ, അന്ന മിൻ ഹാദിൽ ഉമ്മ മൻ യഅ്ബുദു അൽ ജിബ്ത വത്താഗൂത്ത്, ജിബ്തിനെയും താഗൂത്തിനെയും ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ തീർച്ചയായും ഈ ഉമ്മത്തിലുണ്ടാകും. ഉമ്മത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എത്ര തരത്തിലുണ്ട്? ഉമ്മത്തു ദഅവ വ ഉമ്മത്തുൽ ഇജാബ. ഈ പറയപ്പെടുന്ന ഉമ്മത്ത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഉമ്മത്തു ദഅവയിൽപ്പെട്ടതാണ്. ഉമ്മത്തു ദഅവ, അവരിൽ നിന്ന് വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദി നസ്വാറാക്കളിൽ നിന്നാണ് കുരങ്ങന്മാരെയും അവരിലെ ചില ആളുകൾ എന്ത് ചെയ്തു? കുരങ്ങന്മാരും പന്നികളുമാക്കി. വഹുമുൽ യഹൂദ് വൻ നസ്വാറ അല്ലദീന മസഖഹുമുല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ഖ് ചെയ്ത, അതായത് മനുഷ്യരെ വേറെ മൃഗങ്ങളുടെ രൂപത്തിലാക്കിയിട്ടുള്ള ആളുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? യഹൂദി നസ്വാറാക്കളിൽപ്പെട്ടവരാണ്. അപ്പൊ അവരെയാണ് ഉമ്മത്തുൻ മംസൂഖ എന്ന് പറയുന്നത്. അൽ ഉമ്മ അൽ മംസൂഖ, അല്ലാഹു തആല രൂപം മാറ്റിയ ഉമ്മത്ത് യഹൂദി നസ്വാറാക്കളാണ്. അൽ ഉമ്മത്തുൽ മംസൂഖ. طيب سؤال القرود التي نراها الآن, നമ്മൾ ഇന്ന് കാണുന്ന കുരങ്ങന്മാർ, അത് ഈ ജൂതന്മാരിൽപ്പെട്ട അല്ലാഹു തആല കോലം മാറ്റിയ, രൂപം മാറ്റിയിട്ടുള്ള ആളുകളാണോ, അല്ലെങ്കിൽ അതിൽപ്പെട്ട കുരങ്ങന്മാരാണോ? അവരുടെ പരമ്പരയായിട്ട് വന്നിട്ടുള്ളവരാണോ? അതാണ് ചോദ്യം. അൽ ഖുറൂദ് അല്ലതി നറാഹ അൽആൻ ലൈസത് മിനൽ മംസൂഖ ഔ മിനൽ മംസൂഖീൻ. അപ്പൊ അത് അവരിൽപ്പെട്ടതല്ല. ഇന്ന് കാണുന്ന കുരങ്ങന്മാരും എന്തല്ല? അല്ലാഹു തആല രൂപം മാറ്റിയ യഹൂദികളിൽപ്പെട്ടവരല്ല. ഫലമ്മ തറാ ഖിറദതൻ ലാ തഖുൽ ഹൗലായി മംസൂഖീൻ. അപ്പൊ ഇന്ന് നമ്മൾ ഈ കുരങ്ങന്മാരെ അല്ലെങ്കിൽ പന്നികളൊക്കെ കാണുന്ന സമയത്ത്
അവർ മംസൂഹീങ്ങളാണ്, അള്ളാഹു തആല രൂപം മാറ്റിയ അവരുടെ വംശപരമ്പരയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണെന്ന് പറയൽ പാടില്ല. അങ്ങനെ പറയാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? ജാഅ ഫീ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ വന്ന് കാണാം, ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല ലം യജ്അൽ ലിമസ്ഖിൻ നസ്ലൻ വലാ അഖിബൻ വഖദ് കാനത്തിൽ ഖിറദത്തു വൽ ഖനാസീറു ഖബ്ല ദാലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു ഉമ്മത്തിനെ ഇങ്ങനെ കുരങ്ങന്മാരും പന്നികളുമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാക്കുന്നതല്ല, ലം യജ്അൽ നസ്ലൻ, അവർക്ക് പിന്നെ കുട്ടികൾ, അതിന്റെ കുട്ടികൾ അങ്ങനെ സന്താന പരമ്പര അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതല്ല. അവരെ അങ്ങനെ ആ രൂപം മാറ്റി ആ അവസ്ഥയിൽ തന്നെ അവരെ മരിപ്പിക്കും, നശിപ്പിച്ചു. അവർക്ക് പിന്നെ പിന്തുടർച്ചക്കാരുണ്ടാകുന്നതല്ല ആ ഉമ്മത്തിൽ നിന്ന്. അതുമാത്രമല്ല, ഈ കുരങ്ങന്മാരും പന്നികളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യഹൂദി നസാറാക്കളെ രൂപം ഈ മാറ്റുന്ന അതിനു മുമ്പേ ഉണ്ട്. അതിനു മുമ്പേ കുരങ്ങന്മാരും പന്നികളുമുണ്ട്. അപ്പൊ ഇന്ന് കാണുന്ന ഈ കുരങ്ങന്മാരും മറ്റും യഹൂദികളിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ചു വന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണോ ഇതുപോലെ കുരങ്ങന്മാരും പന്നികളുമാക്കിയത് അവരെ ആ ഒരു അവസ്ഥയിൽ തന്നെ അവർ അല്ലാഹു തആല നശിപ്പിക്കുന്നതാണ്. അന്നല്ലാഹു അസ്സ വജല്ല ഇദാ മസഖ ഖൗമൻ അഹ്ലകഹും, അല്ലാഹു തആല ഒരു ഖൗമിനെ ഇതേപോലെ രൂപം മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവർ നശിപ്പിക്കുന്നതാണ്. വലാ യബ്ഖീഹിം യതനാസലൂൻ, അവർ പിന്നെ സന്താനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലാഹു തആല വിടുന്നതല്ല. അന്നല്ലാഹ ഇദാ മസഖ ഉമ്മതൻ ഇലാ ശക്ലിൻ മിനൽ അഷ്കാൽ ഔ ഹയവാൻ ലൈസ ലഹാ നസ്ൽ തൻതഹി വദാലിക മിൻ കമാലി അദ്ലില്ലാഹി അസ്സ വജൽ, ആ ഒരു അവസ്ഥയിൽ തന്നെ അത് അവസാനിക്കും. നേരെ മറിച്ച് അതിനൊരു വംശപരമ്പര തുടർന്നു കൊണ്ടുപോകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നീതിയിൽപ്പെട്ടതാണ്. قال وقوله تعالى قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. قال الذين غلبوا على أمرهم അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യത്തിലാണ്. قال الذين غلبوا على أمرهم, അതായത് ആ ഗുഹയിൽ വസിച്ചിരുന്ന ആളുകൾ അവിടെ കാര്യത്തിൽ പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നു. അവരെന്ത് പറഞ്ഞു? ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, തീർച്ചയായും അവരുടെ മേലെ നമുക്കൊരു മസ്ജിദ് ഉണ്ടാക്കാം എന്നവർ പറഞ്ഞു. തീർച്ചയായും അവരുടെ മേലെ നമ്മൾ പള്ളി നിർമ്മിക്കുക തന്നെ ചെയ്യും എന്ന് ഈ ആളുകൾ പറഞ്ഞു. ഈ ആ ഒരു 1000 വർഷങ്ങൾക്ക് ശേഷം ഒക്കെ ഈ അസ്ഹാബുൽ കഹ്ഫിൽപ്പെട്ട ആളുകൾ കണ്ട സമയത്ത് അവർ പറഞ്ഞു, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മേലെ നമ്മൾ തീർച്ചയായും പള്ളികൾ നിർമ്മിക്കും. ഹൽ യദുല്ലു അലാ ദാലിക ഹാദാ അലാ ദാലിക ജായിസ്, അപ്പൊ ഈ മരണപ്പെട്ട ആളുടെ മേലെ അവരുടെ ഖബറുകളുടെ മുകളിൽ പള്ളികൾ നിർമ്മിക്കുക എന്നുള്ള ജായിസാണോ? അല്ല, ജായിസ് അല്ല. ഈ ആയത്ത് അതിനെ സൂചിപ്പിക്കുന്നതല്ല. എന്തുകൊണ്ട് ജായിസ് അല്ല? ഒന്നാമത്തത്, ഈ ആയത്തിന് തെളിവല്ല. ലിഅന്നഹു ശർഉ മിൻ ഖബലിന ശർഉ മൻ ഖബലന, ഇത് നമ്മുടെ മുമ്പുള്ള, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിന് മുമ്പുള്ള ശരീഅത്തിൽപ്പെട്ടതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യം. ലൗ കാന ജായിസൻ ഫീ ദീനി, ഇനി അവരുടെ ദീനിൽ അവരുടെ ശരീഅത്തിൽ അത് ജായിസ് ആണെങ്കിൽ പോലും നമ്മുടെ ശരീഅത്തിൽ അത് ഹറാമാക്കപ്പെട്ടതാണ്, വിരോധിക്കപ്പെട്ടതാണ്. രണ്ടാമത്തെ കാരണം ലിഅന്നഹും ജുഹാൽ, ഈ പറഞ്ഞ ആളുകൾ അവരുടെ ഖബറുകളുടെ മുകളിൽ നമുക്ക് പള്ളികൾ നിർമ്മിക്കാം എന്ന് പറഞ്ഞ ആളുകൾ ജാഹിലീങ്ങളാണ്, അറിവില്ലാത്തവരാണ്. വഇന്നമാ ഹമലഹും അലാ ദാലിക ജഹ്ലുഹും, അപ്പൊ ഇങ്ങനെ അവരെ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത്, ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് അവരുടെ ജഹലാണ്, അറിവില്ലായ്മയാണ്. ഒന്നാമത്തത്, അത് നമ്മുടെ ശരീഅത്തിന് മുമ്പുള്ള ശരീഅത്താണ്. അപ്പൊ ഈ ശരീഅത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് ആ ഒരു കാര്യത്തെ വ്യക്തമായി കൊണ്ട് വിരോധിക്കുന്നു. രണ്ടാമത്തത്, അവരെന്താണ്? ജാഹിലീങ്ങളാണ്. ഹാദാ മിൻ ഫിഅലി ഉനാസിൻ ജുഹാൽ. ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, ഐ ലമ്മാ മാതു ഖാലു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ. അസ്ഹാബുൽ കഹ്ഫിൽപ്പെട്ട ആളുകൾ അവർ പറഞ്ഞു, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഖബറുകളുടെ മുകളിൽ നമുക്ക് മസ്ജിദ് ഉണ്ടാക്കാം. അപ്പൊ അത് ഈ ഹദീസ്, ഈ പിന്നെ അതിനർത്ഥം എന്തല്ല, അതിന് മുകളിൽ പള്ളികൾ ഉണ്ടാക്കുക ജായിസാണ് എന്നർത്ഥമില്ല. നേരെ മറിച്ച് അത് നമ്മുടെ ശരീഅത്തിന് മുമ്പുള്ള ശരീഅത്താണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിൽ അത്
വ്യക്തമായിക്കൊണ്ട് വിരോധിക്കപ്പെട്ടതാണ്. അതല്ലെങ്കിൽ രണ്ടാമത്തതിന്റെ കാരണം ഈ പറയപ്പെടുന്ന ആളുകൾ ജാഹിലീങ്ങളാണ്, അതിന് ഹുക്മ് എന്താണെന്ന് അറിയാത്ത ആളുകളാണ്. മുന്നൂറ് 1300 വർഷം. ജസാക്കല്ലാഹ് ഖൈർ. طيب ഈ ആയത്തിലുള്ള ഒരു ഷാഹിദായിട്ടുള്ള കാര്യം അന്നഹു കാന ഫി അവ്വലിൽ ഖലീഖ മൻ യബ്നിൽ മസാജിദ് അൽ ഖുബൂർ ഫലാ ബുദ്ദ അൻ യകൂന ഫി ഹാദിഹിൽ ഉമ്മ മൻ യബ്നിൽ മസാജിദ് അൽ ഖുബൂർ തശബ്ബുഹൻ ബിഹിം വഖദ് വഖഅ ഹാദാ. വേറൊരു കാര്യം എന്ന് പറഞ്ഞ ഈ ആയത്തിൽ, അതായത് ഏറ്റവും ആദ്യം ഖബറുകളുടെ മേലെ മസ്ജിദ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ, ആ ഒരു വിഭാഗത്തോട് സാദൃശ്യപ്പെടുന്ന ആളുകൾ തീർച്ചയായും ഈ ഉമ്മത്തിലുണ്ടാവും. ഖബറുകളുടെ മേലെ മസ്ജിദ് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ആദ്യം മസ്ജിദ് ഉണ്ടാക്കിയ ആളുകളോട് തശബ്ബുഹ് ആയിട്ടുള്ള സാദൃശ്യപ്പെടുന്ന ആളുകൾ തീർച്ചയായും ഈ ഉമ്മത്തിലുണ്ടാകും. അവർ ഖബറുകളുടെ മേലെ മസ്ജിദുകൾ ഉണ്ടാക്കും. അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫദല്ല അലാ വുഖൂഇ ശിർകി في هذه الأمة كما وقع في الأمم السابقة عن طريق التشبه. അപ്പോൾ ഷിർക്ക് സംഭവിക്കുന്നതാണ് എങ്ങനെയാണ്? മുൻകഴിഞ്ഞ ഉമ്മത്തിനോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് അവർ ഷിർക്ക് ചെയ്തതുപോലെ ഈ ഉമ്മത്തിലും അവരോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് ഷിർക്ക് സംഭവിക്കും. അതും ഈ ആയത്തിൽ തെളിവുണ്ട്. إلهنا سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. قال الإمام النجدي رحمه الله في كتاب التوحيد